ഹലോ, വെൽക്കം ടു മൈ ചാനൽ അനുജ അഞ്ജു. ഇന്നത്തെ വീഡിയോ ഒരു അടിച്ചുമാറ്റൽ വീഡിയോ ആണ്. വീഡിയോ അല്ല, സാധനം അടിച്ചു മാറ്റിയതാണ്. അച്ഛൻ പുറത്തു പോയ സമയം നോക്കി. ഇതാണ് ആ സാധനം. ശ്രുതിപ്പെട്ടി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിൻ്റെ പേര്. ഇതൊരു 10-50 വർഷമെങ്കിലും പഴക്കമുണ്ടാവും. 50 അല്ല, അതിൽ കൂടിയാലേ ഉള്ളൂ. അച്ഛൻ്റെ അച്ഛൻ്റെയാണിത്. അപ്പൂപ്പൻ മരിച്ചിട്ട് തന്നെ ഒരു 30 വർഷം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിന് ഒരുപാട് പഴക്കമുണ്ടെന്ന്. ഇപ്പോഴും അച്ഛൻ ഇത് നിധി പോലെ സൂക്ഷിച്ച് വരികയാണ്. അപ്പം നമുക്കൊന്നും തൊടാനൊന്നും തരില്ല, ഇതൊന്നും എടുക്കാൻ പോലും സമ്മതിക്കില്ല. ഇത് മാത്രമല്ല, വേറെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അച്ഛൻ പുറത്തു പോയ സമയം നോക്കിയിട്ട് ഞാൻ ഷെൽഫ് തുറന്ന് ഞാനും പിള്ളേരും കൂടി ഒന്ന് പുറത്തേക്ക് എടുത്താണ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാവേ. ഇനി അടുത്തത് ഇതാണ്. ഇത് പണ്ട് തോലൊക്കെ മാറ്റി ഇടുമായിരുന്നു. ഇപ്പോൾ അത് ചീത്തയായതിന് ശേഷം കയറെല്ലാം പ്ലാസ്റ്റിക് കയറിൽ വെച്ചിട്ട് വലിഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. അച്ഛൻ്റെ ഒരു ഷെൽഫിൽ ഇതുപോലുള്ള പഴയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഭയങ്കര ഗായകരാണെന്ന് തോന്നുന്നു, കൊട്ടും മേളവും ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് പാടാനൊന്നും അറിയില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഒരു കഴിവില്ലാത്തത് ഞാൻ മാത്രമാണെന്ന്. മോളും അത്യാവശ്യം പാടും. പാട്ട് പഠിക്കാൻ പോകാനൊന്നും ആൾക്ക് ഇഷ്ടമല്ല. ഹസ്ബൻഡ് പാടും. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അനൂപേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ കാസർഗോഡ് നാട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ് നല്ലോണം പാടും, മക്കൾ നല്ലോണം പാടും. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം ഭഗവാൻ ഒരു കഴിവും തന്നില്ലല്ലോ എന്ന്. ഈ മോളുടെ പ്രായത്തിൽ ഞാനും അനിയനും ഇതുപോലെ ആയിരുന്നു. അച്ഛൻ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇതായിരുന്നു ഞങ്ങളുടെയും പരിപാടി. തിരിച്ചു വരുമ്പോഴേക്കും മനസ്സിലാവും അച്ഛന് ഇത് ഞങ്ങൾ എടുത്ത് കൊട്ടിയിട്ടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറയും, അച്ഛന് വേറെ എന്ത് നിങ്ങൾ എടുത്താലും പ്രശ്നമില്ല, ഇത് അച്ഛൻ ജീവന് തുല്യം സ്നേഹിക്കുന്നതാണ്. ഇതൊന്നും എടുത്ത് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല തല്ല് കിട്ടുമെന്ന് പറയുമായിരുന്നു. പക്ഷെ അച്ഛൻ ഞങ്ങളെ തല്ലൊന്നുമില്ലായിരുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു ഇത് അച്ഛൻ്റെ അപ്പൂപ്പനൊക്കെ യൂസ് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ അത് വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ കൈമാറി അച്ഛൻ്റെ കയ്യിൽ എത്തിയതെന്നൊക്കെ അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു. കൈയൊന്നും മാറ്റി, ഇനി കൈ അടിക്കാതിരുന്നു.
അപ്പൂപ്പൻ വരുമ്പോ ഇപ്പൊ കിട്ടും. അവയിതാ അപ്പൂപ്പൻ വന്നു തോന്നുന്നേ. വേഗം കൊണ്ടുവച്ചു, വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടേ.